തിരുവനന്തപുരത്തു നിന്ന് അടൂർ വരെ പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. രാവിലെ നല്ല ചൂടുണ്ട്. 7:30ക്കുള്ള ബസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങൾ എന്തായാലും അരമണിക്കൂർ മുമ്പേ സ്റ്റോപ്പിലങ്ങ് എത്തി. എന്തായാലും ബസ് വന്നതിന് ശേഷം ഒരു ഓട്ടോ ആയിരുന്നു. കാരണം ബസ്സിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഈ KS 170 ആദ്യം നമ്പർ പ്ലേറ്റിൽ എഴുതിയെന്നാണ് ഞങ്ങൾ ഓർത്തിരുന്നത്. പിന്നെ നോക്കിയപ്പോഴാണ് അത് സൈഡിൽ എഴുതിക്കുന്നത് ശ്രദ്ധിച്ചത്. പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു ബസ് വരെ. എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ പട്ടത്തുനിന്ന് പുറപ്പെട്ടു. ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ്. ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്, 1ഉം 2ഉം. എന്തായാലും യാത്ര നല്ലൊരു യാത്രയായിരുന്നു. 7:30ക്ക് തുടങ്ങിയ യാത്ര 10 മണിക്കാണ് അവസാനിക്കുന്നത്. ഈ സീറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ബസ്സിൽ വന്ന് കയറുമ്പോഴാണ് നമ്മൾ സീറ്റിലൊക്കെ വന്നിരിക്കുന്നതെന്ന്. അങ്ങനെയല്ല, ഞങ്ങൾ ഓൾറെഡി ഓൺലൈനിൽ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1ഉം 2ഉം സീറ്റ് തന്നെയാണ് ഞങ്ങൾ റിസർവ് ചെയ്തിരിക്കുന്നത്. ഭാഗ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ബസ് കണ്ടു അവിടെ വന്ന് നിർത്തിയത്. അല്ലെങ്കിൽ ഇത് നമ്മുടെ ബസ്സല്ലാന്ന് ഓർത്ത് നമ്മൾ തന്നെ വേറൊരു ബസ്സിനെ ഇരുന്നേനെ. അങ്ങനെ ഞങ്ങൾ പട്ടം, പിന്നെ കേശവദാസപുരം, പരുത്തിപ്പാറ, നാലാഞ്ചിറ, മണ്ണന്തലയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ്. ഇപ്പം വട്ടപ്പാറ റൂട്ടാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ വട്ടപ്പാറ എത്തി. വട്ടപ്പാറയിൽ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സും കൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കോളേജ് എത്തും. ഞാൻ പഠിക്കുന്ന PMS ഡെൻ്റൽ കോളേജ്. ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു ആ കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ, പരിചയമുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നെന്ന്. എന്താണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചെന്ന് എന്നോട് ചോദിക്കരുത്. ഏറ്റവും അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടപ്പാറ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ ഹോസ്റ്റലിലെ വാർഡിനെ കണ്ടു. സാർ എന്നെ കണ്ടില്ലെങ്കിലും ഞാൻ സാറിനെ കണ്ട്. ആ ഒരു ഇൻസിഡൻറ്റ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. വട്ടപ്പാറ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാണ് വെമ്പായം. വെമ്പായത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. പണ്ട് കാലത്ത് വെമ്പായം റബ്ബർ പ്ലാന്റേഷൻസിനും റൈസ് ഫാമിങ്ങിനൊക്കെ ഒരു ഐഡിയൽ പ്ലേസ് ആയിരുന്നു. വെമ്പായം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് വരുന്നത് വെഞ്ഞാറുമൂടാണ്. തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ബസ് സ്റ്റാൻഡ് വരുന്നത് വെഞ്ഞാറുമൂടിലാണ്. അങ്ങനെ നമ്മൾ വെഞ്ഞാറുമൂട് ബസ് സ്റ്റാൻഡിലേക്ക് MC റോഡിൽ നിന്ന് തിരിഞ്ഞ് വണ്ടി കയറിയപ്പോൾ ഞങ്ങൾ ഓർത്തു പെട്ടെന്ന് ഇറങ്ങി വരാമെന്ന്. എന്നാൽ അങ്ങനെയൊന്നും അല്ല. അകത്ത് വേറൊരു ബസ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ആ ബസ് പോകാനായിട്ട് ഞങ്ങൾ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. എന്തായാലും അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ബസ് പതുക്കെ കയറി. ഒരുപാട് ആൾക്കാർ ബസ്സിൻ്റെ അകത്ത് കയറുകയും ചെയ്ത്. എന്നിട്ടാണ് ഞങ്ങൾ വെഞ്ഞാറുമൂടിൽ നിന്ന് പുറപ്പെട്ടത്. വെഞ്ഞാറുമൂട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കിളിമാനൂരാണ്. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഇടയ്ക്ക് വേറെ സ്റ്റോപ്പുകളുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് കിടന്നുറങ്ങുമായിരുന്നു. അതുകൊണ്ട് വീഡിയോ പകർത്താൻ പറ്റിയില്ല. കിളിമാനൂർ അടുത്തപ്പോഴാണ് ഞാൻ ഉറക്കത്തിന് എണീറ്റത്. ഉറക്കത്തിന് എണീറ്റ് കഴിഞ്ഞ് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് കയറ്റാതെ സൈഡിൽ നിന്ന് പതുക്കെ കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. കാരണം സ്റ്റാൻഡിൻ്റെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ അത് ഒരുപാട് വട്ടം ചുറ്റി കറങ്ങിയിട്ടേ പിന്നെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ആ സ്റ്റാൻഡിൻ്റെ അകത്താണെങ്കിൽ മൊത്തം ഇടുങ്ങിയ വഴിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെ കൊണ്ടുപോയപ്പോൾ സ്റ്റാൻഡിനകത്തുള്ള മാസ്റ്റർ എന്നെ വിളിച്ച് വിസിലടിച്ച് ബസ് തിരിച്ച് സ്റ്റാൻഡിൻ്റെ അകത്ത് കയറ്റുമായിരുന്നു. അങ്ങനെ കയറ്റി അവിടെ നിന്ന് കുറേ ആൾക്കാർ കയറുകയും ചെയ്ത്. പിന്നെ അതിന് ശേഷം നല്ല തിരക്കാണ് ബസ്സിൻ്റെ അകത്ത്. കിളിമാനൂരിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അബോധാവസ്ഥയിലായി. കിളിമാനൂരിൽ നിന്ന് കൊട്ടാരക്കര വരെ നല്ല ഉറക്കമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറെ സ്റ്റോപ്പൊക്കെ ഉണ്ടായിരുന്നു. ആയൂർ, നിലമേൽ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സ്റ്റോപ്പൊക്കെ ഉണ്ടായിരുന്നു. ചടയമംഗലവും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇതൊന്നും പകർത്താൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. 2 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കൊട്ടാരക്കര അടുക്കാറായി. കൊട്ടാരക്കര എത്തിക്കഴിഞ്ഞിട്ട് ഉള്ളിലുള്ള കുറേ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുമെന്ന് ഞങ്ങൾ ഓർത്തു. അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലേക്ക് കയറിയതിന് ശേഷം ഞങ്ങൾ പ്രതീക്ഷിച്ചു കുറേ ആൾക്കാർ ഇറങ്ങിപ്പോവും, കുറച്ചൊക്കെ ശ്വാസം എടുക്കാനൊക്കെ ഇനി സ്ഥലമുണ്ട് എന്നൊക്കെ ഓർത്ത്. എന്നാൽ നേരെ തിരിച്ചായിരുന്നു. ഒരു 10 പേര് ഇറങ്ങിപ്പോയതിൽ തിരിച്ച് കയറി വന്നത് 20-25 പേരാണ്. വീണ്ടും സ്ഥലമില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ സീറ്റിലിരിക്കുന്നവർക്ക് എന്താണ് ആൾക്കാർ കയറി ഇറങ്ങിയുള്ള പ്രശ്നമെന്നൊക്കെ. പ്രശ്നമുണ്ട്. ഈ കയറുന്ന ആൾക്കാരെല്ലാവരും സീറ്റിൽ ഇരിക്കുന്നവരുടെ അടുത്തൊക്കെയാണ് ബാഗ് തരുന്നത്. പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ. അതും കൈ വയ്യാത്ത എനിക്ക് വരെ ബാഗ് ഇങ്ങനെ തന്നിങ്ങനെ ഇരിക്കുമായിരുന്നു.
എൻ്റെ അനിയൻ്റെ ആണെങ്കിൽ ഒരു ബുർജ് ഖലീഫയുടെ അത്ര ഉയരമുള്ള ബാഗൊക്കെയാണ് അവൻ മടിയിൽ വെച്ചിരുന്നത്. ഞങ്ങളങ്ങനെ കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു. കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ ആകെ ആശ്വാസം ഇനി കുറച്ച് ദൂരം കൂടിയുള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക്. അടൂർ വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് കുറച്ചിപ്പുറത്ത് ഏറത്തെ ഗ്രാമപഞ്ചായത്തിലൊരു സ്ഥലം വടക്കടത്താവ്, അവിടെ ഇറങ്ങിയാൽ മതി ഞങ്ങളുടെ വീട്ടിൽ ചെല്ലാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വടക്കടത്താവ് ഇറങ്ങി. വടക്കടത്താവിന് ഒരു ഓട്ടോ പിടിച്ചു. വടക്കടത്താവ് അല്ലെങ്കിൽ ഏറത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഗ്രാൻഡ്മ, എൻ്റെ അമ്മച്ചി ഇവിടെ ഈ ഒരു പഞ്ചായത്തിൽ 27 വർഷം പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ അമ്മച്ചിനെ അറിയാം. ഏത് ഓട്ടോക്കാരനോട് മറിയാമ്മ സാറിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ മതി, അഡ്രസ്സ് കൃത്യമായിട്ട് പറഞ്ഞുതരും. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറിയപ്പം ഞങ്ങളാകെ അമ്മച്ചിയുടെ പേര് മാത്രം പറഞ്ഞു, ഞങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ കൊണ്ടുവിട്ട്. വീടെടുക്കാറായപ്പം അമ്മച്ചിയുടെ ഒരു കോൾ വന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിപ്പോൾ കൊട്ടാരക്കര എത്തിയതേ ഉള്ളെന്ന്. അമ്മച്ചി നിന്ന് പ്രാങ്ക് ചെയ്യാന്നോർത്ത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എൻ്റെ അനിയൻ അലക്സ്, അവൻ ഫ്രണ്ട് ഡോറിൽ കൂടെ കയറത്തുള്ളൂ. ഞാൻ പക്ഷെ പിൻവാതിലിൽ കൂടെ കയറാമെന്നോർത്തു. ഒരുത്തൻ അവിടുത്തെ ബെല്ലടിച്ച് മൊത്തം പൊട്ടിക്കുമെന്ന് തോന്നുന്നു. നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുവാണ്, കുരുത്തക്കേട്. ഒരുത്തൻ ഇവിടെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ വ്ളോഗ് ഞാനിവിടെ നിർത്തുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം.